അഭയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഭയമില്ലാതെ കഴിയുക എന്നതാണ്. ഭയമില്ലാതെ കഴിയുക. ഇന്ന് ഭയമില്ലാതെ നമ്മുടെ വീട്ടിൽ പോലും വസിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നത് മറ്റൊരു കാര്യം. എന്നാൽ ഒന്നുമില്ലായിരുന്ന സാഹചര്യത്തിൽ കയറി കിടക്കുവാനായിട്ടൊരു ഇടമുണ്ട് എന്നത് മനസ്സിലാക്കി അടച്ചൊതുക്കമുള്ള ഒരു ഭവനത്തിൽ പാർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നു എന്നത് തികച്ചും സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. 1998 കാലഘട്ടത്തിൽ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ ചുമതലയിലായിരുന്ന അവസരത്തിൽ തെക്കൻ തിരുവിതാംകൂർ പ്രദേശം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആ പ്രദേശത്തെ ആരാധിക്കുന്നതിനായിട്ടും ആ പ്രദേശം കാണുന്നതിനായിട്ടുമൊക്കെ പോയതായിട്ടുള്ള സാഹചര്യത്തിൽ തേവങ്കോട്ടുള്ള നമ്മളുടെ ഒരു ഇടവകയിൽ ഞാൻ പോയി വിശുദ്ധ കുർബാന ശുശ്രൂഷ എടുക്കുകയുണ്ടായി. പോകുന്നതായിട്ടുള്ള അവസരത്തിൽ വഴിയോരങ്ങളിൽ പാർക്കുന്നതായിട്ടുള്ള ഏറെ ആൾക്കാരെ ഞാൻ കണ്ടതുകൊണ്ട് ആരാധനയ്ക്ക് ശേഷം അവിടെയുള്ള ആളുകളോട് കുശലപ്രശ്നം നടത്തിയതായിട്ടുള്ള അവസരം ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ കണ്ടതായിട്ടുള്ള ഈ ഭവനങ്ങളിൽ പാർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയൊന്ന് ഉയർത്താം. അനേക കൈകൾ ഉയർന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പ്രദേശങ്ങളിൽ ധാരാളം ആളുകൾ സ്വന്തമായിട്ട് ഭൂമിയില്ലാതെയും സ്വന്തമായിട്ട് ഭവനമില്ലാതെയും എവിടെയെങ്കിലും കഴിഞ്ഞുകൂടുന്നതായിട്ടുള്ളൊരു രീതിയുണ്ട് എന്നത്. അത് മാറ്റിയെടുക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള അവസരത്തിൽ എത്ര ആളുകൾക്കാണ് വീട് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു കണക്കെടുക്കുന്നതിനായിട്ടുള്ളൊരു ശ്രമം നടത്തി. അങ്ങനെ എടുത്തതായിട്ടുള്ള അവസരത്തിൽ ചില വീടുകളൊക്കെ നേരിട്ട് പോയി കാണാം എന്നുള്ള താല്പര്യത്തിൽ ഞാൻ തന്നെ പോവുകയുണ്ടായി. തെക്കൻ തിരുവിതാംകൂറിൽ റോഡ് സൈഡിലുള്ള ഓലമേഞ്ഞതായിട്ടുള്ള ഒരു കൂരയിൽ ഞാൻ അവിടെ ചെന്നതായിട്ടുള്ള അവസരത്തിൽ അകത്തെ കയറാനായിട്ട് ഇടമില്ലാത്തതുകൊണ്ട് അവർ മുറ്റത്ത് കസേരയിട്ട് എന്നെ അവിടെ ഇരുത്തി സംസാരിക്കുന്നതിനായിട്ട് ഇറങ്ങി വന്ന് നിന്നു. ഇറങ്ങി നിന്നതായിട്ടുള്ള ആളുകളെ നോക്കിയപ്പോൾ അവർ 2 കുടുംബങ്ങളാണ് എന്ന് മനസ്സിലായി. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ 2 ആൾക്കാർ ഈ കൂരയ്ക്കകത്ത് താമസിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 2 മുറികളുണ്ട്, ഓരോ മുറി ഞങ്ങൾ ഓരോരുത്തരെടുത്തിരിക്കുന്നു, അങ്ങനെയാണ് ഞങ്ങളിവിടെ പാർക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് പാർത്തതായിട്ടുള്ള കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ തിരക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു, ഞങ്ങളെ ഇതിൻ്റെ മുകളിൽ കരോട്ട് എന്നൊക്കെ പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുകയായിരുന്നു. എന്നാൽ ആ സ്ഥലത്തിൻ്റെ ഉടമ ഒരിക്കൽ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളിവിടുന്ന് മാറിത്തരണം. കുടികിടപ്പ് അവകാശമുണ്ട് എന്നത് ബോധ്യമുണ്ടെങ്കിലും അനേക വർഷങ്ങൾ അവിടെ താമസിക്കുന്നതിനായിട്ട് അനുവദിച്ചതായുള്ള ഉടമയോടെ എതിർത്ത് നിൽക്കുന്നതിനായിട്ട് അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഇറങ്ങിക്കൊടുക്കാം എന്നത് പറഞ്ഞു. ഒരു ദിവസം സന്ധ്യയായപ്പോൾ ആ കുടുംബം ഇറങ്ങി പുറത്തേക്ക് പോകുന്നതായുള്ള കാഴ്ചയാണ് ഈ റോഡരികിൽ കിടന്നതായിട്ടുള്ള കൂരയിൽ താമസിക്കുന്നതായുള്ള ഭവനം കണ്ടത്. കൗമാരപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് യാത്ര ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയിൽ ആ വീട്ടുകാരൻ ചോദിച്ചു, നിങ്ങളെവിടെ പോവുക? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഞങ്ങൾ എവിടെയാണ് ഇനി സ്ഥലം കിട്ടുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒരു കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടിയുമായിട്ട് യാത്ര ചെയ്യുന്നത് സുരക്ഷിതത്വം ഉള്ള ഒരു സംഗതിയല്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് ഇതിനകത്ത് 2 മുറിയുണ്ട്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞങ്ങളൊരു മുറിയിലേക്ക് ഒതുങ്ങാം, നിങ്ങൾ മറ്റേ മുറി ഉപയോഗിച്ചുകൊള്ളൂ എന്നത് പറയുകയുണ്ടായി. അങ്ങനെയാണ് ആ ചെറിയ കൂരയ്ക്കകത്ത് 2 ഭവനങ്ങൾ പാർക്കുന്നതായിട്ടുള്ള കാഴ്ച എനിക്ക് കാണുവാനായിട്ടിടയായിട്ട് തീർന്നത്. നിരണം മാരാമൺ ഭദ്രാസനത്തിൽ ഞാൻ വന്നതായിട്ടുള്ള അവസരത്തിൽ ഒരു ദിവസം നമ്മളുടെ നിരണം സെൻറ് തോമസ് ഇടവയ്ക്ക് സമീപമുള്ള വിയപുരം എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് തടി കൊണ്ടൊക്കെ ഭിത്തിയൊക്കെ ഉണ്ടാക്കി പാർത്തിരുന്നതായിട്ടുള്ള ഒരു കുടുംബം. ഭാര്യയും ഭർത്താവും ഒക്കെ പകൽ സമയത്ത് ജോലിക്ക് പോകും. അവർക്ക് ഏക മകളാണ്. ആ മകളെ സ്കൂളിൽ പഠിക്കുകയാണ്. പകൽ സമയത്ത് സിലിണ്ടർ പൊട്ടി ആ വീട് കത്തി ചാമ്പലായി. ഞാനവിടെ പോയി അത് കാണുകയുണ്ടായി. ഒരു തോടിൻ്റെ സൈഡിൽ കൂടെ കയറി വേണം അകത്തേക്ക് പോകുന്നതിനായിട്ട്. ഞാനവിടെ ചെന്നതായിട്ടുള്ള അവസരത്തിൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട് കത്തി ചാമ്പലായതായിട്ടുള്ള ദിവസം തന്നെ
ഞങ്ങളുടെ അടുത്തുള്ളതായിട്ടുള്ള ഭവനത്തിലെ ഗൃഹനാഥ ഇറങ്ങി വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോൾ ഇനി താമസിക്കുന്നതിനായിട്ട് ഇടമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു മുറിയിൽ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് മുറിയിൽ വന്ന് താമസിച്ചുള്ളൂ എന്ന് പറഞ്ഞ് അവരെ അവിടെ താമസിക്കുന്നതിനായിട്ട് അനുവദിക്കുകയാണ് ചെയ്തത്. ആ സ്ഥലത്ത് ഒരു വീട് പണിയുവാനായിട്ട് അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയ അവസരത്തിൽ നെറണം സെൻറ് തോമസ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന ചാർലി അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, ഇവർക്കൊരു വീട് നമുക്ക് വെച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അപ്പോൾ അച്ഛൻ്റെ സ്വാധീനവും എൻ്റെ സ്വാധീനവും എല്ലാം ഉപയോഗിച്ച് സമാഹരിച്ചതായിട്ടുള്ള പണം കൊണ്ട് സ്വന്തമായിട്ടുണ്ടായിരുന്ന ആ സ്ഥലത്തൊരു വീട് വയ്ക്കുന്നതിനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ വീട്ടിനുള്ള സാമഗ്രികളൊക്കെ ആ പറമ്പിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ തോട്ടിൻ്റെ അരികിലെ ഉള്ളതായിട്ടുള്ള ഇടവഴിയിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ തന്നെയുള്ള വീട്ടുകാർ അവർ പറഞ്ഞു, റോഡിൽ ഇറക്കിയതിന് ശേഷം റോഡിൽ നിന്ന് തളിച്ചുമിടായിട്ട് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനായി ഞങ്ങളുടെ പറമ്പ് തുറന്നു തരാം. അങ്ങനെ അവരുടെ സഹകരണത്തോടു കൂടി സ്ഥലത്തെ സാമഗ്രികളെല്ലാം എത്തിക്കുകയും വീട് ഭംഗിയായിട്ട് പണിത് പൂർത്തിയാക്കുകയും ചെയ്തു. ഇന്ന് അവരവിടെ സന്തോഷമായിട്ട് പാർക്കുന്നു. ആ വീടിൻ്റെ കുരാശ കഴിഞ്ഞ് ആ വീട്ടിലവരെ പാർത്തതായിട്ടുള്ള അവസരത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ പെൺകുട്ടി നന്നായിട്ട് പഠിച്ച് ഉയർന്നു വന്ന് അവളുടെ പഠനത്തിൻ്റെ ഫലമായിട്ട് ഇനി നിങ്ങൾ കൂടുതൽ ഐശ്വര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായിട്ട് തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അവരവിടെ സന്തോഷമായി ഇപ്പോൾ പാർക്കുന്നു എന്നുള്ളതിൽ എനിക്കും ദൈവത്തിനെ മഹത്വം കരയേറ്റുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് അനേകം ആളുകൾ ഭവനമില്ലാതെ ഓരോരോ സ്ഥലങ്ങളിലുള്ളത് കണ്ടുപിടിക്കുന്നതിനായിട്ട് മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് അസാധ്യമായിട്ട് തീർന്നത്. പിതാക്കന്മാരെയൊക്കെ ഇരുത്തിക്കൊണ്ട് ഞാനിത് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ഇത് മാർത്തോമാ സഭയുടെ മാത്രം ഒരു സവിശേഷതയല്ല. എല്ലാ പിതാക്കന്മാരും ഇതുപോലെ അനേക വീടുകൾ ആവശ്യത്തിലിരിക്കുന്ന ആളുകൾക്ക് പണിത് കൊടുക്കുന്നുണ്ട് എന്നതെനിക്കറിയാം. നമ്മളുടെ തോമസ് മാർ കുറുലോസ് തിരുമേനി ഒരിക്കൽ ഒരു കോളനി തന്നെ നിർമ്മിച്ചതായിട്ടുള്ള അവസരത്തിൽ എൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരാവശ്യമാണ് പാർപ്പിടം എന്നുള്ളത്. ആ പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുവാൻ്റെ കോണം നാം എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സുവിശേഷ വിഹിത സഭയാണ് എന്ന് നാം പറയുന്ന അവസരത്തിൽ സുവിശേഷം പറഞ്ഞാൽ മാത്രം പോരായല്ലോ. വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുന്നതിന് കുടിപ്പാൻ കൊടുക്കണം, കയറിക്കിടക്കാൻ ഇടമില്ലാത്തടത്ത് അവർക്ക് സുരക്ഷിതമായിട്ട് താമസിക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. വളരെ മനോഹരമായിട്ടുള്ള ഭവനങ്ങളാണ് ഓരോ സ്ഥലത്തും നിർമ്മിച്ചത്. ഏറ്റവും അവസാനം ഞാൻ പോയത് തോട്ടക്കാട് പണിതതായിട്ടുള്ള 10 വീടുകളുടെ ഉദ്ഘാടനത്തിനാണ്. തോട്ടക്കാടുള്ള ഭവനത്തിൻ്റെ സ്ഥലം നമ്മളുടെ പരേതനായിട്ടുള്ള CB ജോണസിൻ്റെ മക്കൾ ഒരുമിച്ച് നൽകിയതായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലം ഒരു കുന്നിൻ്റെ ചരിവായിരുന്നു. എന്നാൽ അത് മനോഹരമായിട്ട് വെട്ടി ഇറക്കി 2 തട്ടിലായിട്ട് ഭവനങ്ങളൊക്കെ നിർമ്മിച്ച് അതിൻ്റെ മധ്യത്തിലൂടെയുള്ള റോഡുമൊക്കെ ഉണ്ടാക്കി അത് പിന്നീട് ടാർ ചെയ്ത് അവിടെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കിണർ കുത്തി അവർക്ക് കൂടുവാനായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ഹാള് ഇതെല്ലാം നിർമ്മിച്ച് അതിൻ്റെ എല്ലാം കൂടെ കൂതാശയാകുന്നു നടത്തുവാൻ തക്കോണിടയായിട്ട് തീർന്നിട്ടുള്ളത്. ഇതുപോലെയാണ് കൂടുതൽ ഭവനങ്ങളുള്ളതായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ അഭയ പദ്ധതി വേണ്ട കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത് എന്നത് ഈ തരുണത്തിൽ ഓർപ്പിക്കട്ടെ. ഒരാളുടെ പ്രയത്നം കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നം കൊണ്ടല്ല, അവരുടെ പ്രയത്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. പ്രാഥമികമായിട്ട് അതാണ് അതിൻ്റെ പിന്നിലുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗങ്ങൾ, സമീപേ ഉള്ളതായിട്ടുള്ള മറ്റ് സ്വാധീനമുള്ളതായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള അനേകം ആളുകൾ ചേർന്ന് നൽകുന്നതായിട്ടുള്ള സഹകരണത്തോടു കൂടിയാണ് മനോഹരമായുള്ള വീടുകളൊക്കെ പണിത് പൂർത്തീകരിപ്പാൻ തക്കോണിടയായിട്ട് തീർന്നിരിക്കുന്നത്. ഈ വീടുകളൊക്കെ ഓരോന്നും കാണുന്നതായിട്ടുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് ഈ 7,50,000 രൂപയ്ക്ക് ഈ മനോഹരമായ വീടൊക്കെ പൂർത്തീകരിക്കാനിടയാവുന്നത് എനിക്കിപ്പോഴും അറിയാനായിട്ട് പാടില്ല. അത് നമ്മളുടെ എൻജിനീയേഴ്സ് പറയേണ്ടതായിട്ടുള്ളൊരു വസ്തുതയാണ്. വളരെ മനോഹരമായിട്ട് വീടുകളൊക്കെ പണിത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ടാൽ കയറി താമസിക്കാൻ നമുക്കും ആഗ്രഹം തോന്നും. നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് പ്രയാസമില്ല, എന്നാൽ കണ്ടാൽ കയറി താമസിക്കാൻ തോന്നും. അതുപോലുള്ള മനോഹരമായ വീടുകളാണ്. മോഹന വീടുകളൊക്കെ എല്ലാവർക്കും നൽകി കൊടുക്കുന്നത്
അനുഗ്രഹപ്രദമായിട്ട് വിനിയോഗിക്കാൻ തക്കവണ്ണം ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ലിവിങ് സാധ്യമാക്കി തീർക്കുക എന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. കമ്മ്യൂണിറ്റി ഫോർമേഷൻ മാത്രമല്ല, കമ്മ്യൂണിറ്റി ലിവിങ് സാധ്യമാക്കി തീർക്കുക. അയൽവക്കക്കാരുടെ സ്നേഹത്തിലും സന്തോഷത്തിലും സഹകരണത്തിലും അല്ലാതെ എങ്ങനെയാണ് ഒരു കോളനിയിൽ ഒരുമിച്ച് താമസിക്കുവാനായിട്ട് സാധിക്കുന്നത്? ഒരുമിച്ച് ചേർന്ന് വരുവാനായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഹാളുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ചേർന്ന് വരുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിർത്തി സംബന്ധിച്ചുള്ള വഴക്കുകളും വയ്യാവേലിയൊക്കെ ഉണ്ടാകാതിരിക്കാൻ തക്കോണം, വിദ്വേഷം ഉണ്ടാകാതിരിക്കാൻ തക്കോണം, വഴക്ക് മൂർജിച്ച് വരാതിരിക്കാൻ തക്കോണമൊക്കെ ശ്രമിക്കേണ്ടത് സഹകരണത്തിൻ്റെയും പരസ്പര ധാരണയുടെയും ക്ഷമയുടെയും ഒക്കെ ഫലമായിട്ടാകുന്നു എന്നത് നാം മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ കോളനിയിലൊക്കെ നമ്മളുടെ ഭവനങ്ങളിലൊക്കെ പാർക്കുന്നതായിട്ടുള്ള ഓരോരുത്തരും അപ്രകാരമുള്ള ഗുണഗണങ്ങൾ ഉള്ള മനുഷ്യരായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. അത് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. അപ്രകാരമുള്ള ഭവന ജീവിതം നയിക്കുവാൻ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് തീരുവാൻ തക്കോണം നിങ്ങൾക്കെല്ലാവർക്കും ഇടയായിട്ട് തീരട്ടെ എന്നത് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അന്യോന്യം അറിയുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. ഫ്ലാറ്റുകളൊക്കെ ഹൈറൈസ് ഫ്ലാറ്റ്സൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഹൈറൈസ് ഫ്ലാറ്റ്സിലൊക്കെ താമസിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് തൊട്ട അയൽവക്കത്തെ മുറിയിൽ താമസിക്കുന്ന ആരാണ് എന്ന് പോലും അറിയാനായിട്ട് പാടില്ല. എന്നാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ അന്യോന്യം അറിഞ്ഞ് മനസ്സിലാക്കി സഹകരിച്ച് ഇത് നമ്മളുടെ എല്ലാവരുടെയും കൂടിയാണ് എന്നുള്ള ബോധ്യത്തിൽ ജീവിപ്പാനായിട്ടിടയായിട്ട് തീരുക എന്നത് എത്രയോ പ്രാധാന്യം അറിയിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. ദൈവം തമ്പുരാനാണ് ഈ വലിയ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും മാതൃക നമുക്ക് കാട്ടിത്തന്നിട്ടുള്ളത്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അഖിലാണ്ടത്തിന് ഉടയനായുള്ള ദൈവം ആഗ്രഹിച്ചതായിട്ടുള്ള അവസരത്തിൽ യാതൊരു കലവറയും കൂടാതെ എല്ലാവരുടെയും വീണ്ടെടുപ്പിനായിട്ട് കാൽവരി ക്രൂസിൽ പരമയാഗമായിട്ട് തീർന്നതാണ് നമ്മുടെ മുമ്പാകെയുള്ള മാതൃക എന്ന് പറയുന്നത്. അവിടെയാണ് സ്നേഹത്തെ കാണാൻ കഴിയുന്നത്, അവിടെയാണ് ക്ഷമയെ കാണുവാൻ കഴിയുന്നത്. ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതായുള്ള സാഹചര്യം. അതുകൊണ്ട് വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടാകാൻ ഇടയുള്ളതായുള്ള സാഹചര്യത്തിൽ ക്ഷമയുടേതായുള്ള സാഹചര്യം, സ്നേഹത്തിൻ്റേതായുള്ള സാഹചര്യം, വീണ്ടെടുപ്പിൻ്റേതായുള്ള സാഹചര്യം, ഉദ്ധാരണത്തിൻ്റേതായുള്ള സാഹചര്യം ഇതെല്ലാം സൃഷ്ടിക്കുവാനായിട്ട് ഈ കാലഘട്ടത്തിലും ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമുക്കുള്ളതിനെ വിഭജിച്ച് കൊടുക്കുന്നതിനായിട്ട് സാധിക്കണം. അവിടെയാണ് ദൈവസ്നേഹത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചത്. നമുക്കുള്ളതിനെ വിഭജിച്ച് കൊടുക്കുന്നതിനായിട്ട് സാധിക്കണം. അങ്ങനെ വിഭജിച്ച് കൊടുക്കുന്നത് എൻ്റെ ആവശ്യത്തെ പോലെ തന്നെ ആവശ്യത്തിലിരിക്കുന്നവരാണ് മറ്റുള്ളവർ എന്നുള്ളതായുള്ള ആവശ്യബോധത്തോടു കൂടിയാണ്. ആ ആവശ്യങ്ങളുടെ എനിക്കെന്ത് ചെയ്യുവാനായിട്ട് കഴിയും എന്ന് മനസ്സിലാക്കി ആ വ്യക്തികളെ സഹായിക്കാനായിട്ട് ഒരുങ്ങുക എന്ന് പറയുന്നിടത്താണ് ദൈവികമായ സ്നേഹത്തെ നമുക്ക് കാണുവാനായിട്ടിടയാവുന്നത്. അവിടെയാണ് സ്വർഗതുല്യമായിട്ടുള്ള ജീവിതാനുഭവത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. എല്ലാ സഭയെയും എല്ലാ സഭാവിഭാഗങ്ങളെയും ദൈവം ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവനായിട്ട് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനായിട്ട് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓരോ സഭയിലെ അംഗസംഖ്യയുടെ എണ്ണ എടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല. എങ്ങനെയാണ് മറ്റുള്ളവരെ കൂടി ദൈവസ്നേഹത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് കഴിയുന്നത് എന്നത് മനസ്സിലാക്കി അത് നിർവഹിക്കുന്നതിനായിട്ടാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും യാതൊരു മതഭേദം കൂടാതെ, യാതൊരു ലിംഗഭേദം കൂടാതെ, യാതൊരു കാസ്റ്റ് ഡിഫറൻസസ് ഒന്നും കൂടാതെ, സാമ്പത്തികമായുള്ള ഉച്ചനീചമൊന്നും കൂടാതെ എല്ലാവർക്കും ഒരുമിച്ച് വസിക്കുവാൻ കഴിയുന്നതായുള്ളൊരിടമായിട്ട് ഈ ലോകത്തെ എപ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുവോ അപ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ പ്രതീകമായിട്ട് തീരുവാൻ നമുക്കും നമ്മുടെ സാഹചര്യങ്ങളിൽ പരിസരങ്ങളിൽ സാധ്യമായിട്ട് തീരുന്നത് എന്നത് ഓർക്കേണ്ടത് ആവശ്യമാണ്. നിൻ്റെ രാജ്യം വരണമേ എന്നാണ് നമ്മെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യം എന്ന് നാം പറയുന്നത് മനസ്സിലാക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരണം. ഇവിടെ ഭവനദാന പദ്ധതിയെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. ഒരു കാലഘട്ടത്തിൽ വിനോബ ഭാവെയൊക്കെ ആസൂത്രണം ചെയ്തതായിട്ടുള്ള സാഹചര്യത്തിൽ കൃഷിഭൂമി ഇല്ലാത്തതായുള്ള ആളുകൾക്ക് കൃഷി ചെയ്യുവാനായിട്ടുള്ള ഭൂമി ഉണ്ടാകണമെന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് സ്ഥലത്തിൻ്റെ
വിഭജനത്തെക്കുറിച്ചാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായുള്ള കാര്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നതിനായിട്ട് ശ്രമിച്ചത്. യൂഹാനൻ മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി വന്നതായുള്ള അവസരത്തിലാണ് വെറുതെ ഭൂമി കൊടുത്താൽ മാത്രം പോരാ, ഭവനമുണ്ടാവണം, വീട്ടിൽ താമസിക്കുവാനായിട്ട് ഇടയായി തീരണം എന്നത് ഈ സഭയെ പഠിപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ട് നമ്മളെ കണ്ണ് തുറന്നു നോക്കി എവിടെയൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടോ അവരെല്ലാം ചേർത്ത് നിർത്തുവാൻ തക്കോണം ദൈവം നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സഭയിലൂടെയുള്ള ഈ പ്രസ്ഥാനത്തിൽ അതാണ് സാധ്യമായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞല്ലോ, അഭയ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ ലക്ഷ്യ പ്രസ്ഥാനം ഉണ്ടായി എന്നത്. പഠിക്കുവാൻ താല്പര്യമുള്ള ധാരാളം കുട്ടികളുണ്ട്. അവരെ പഠിച്ച് വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് നമ്മളുടെ എല്ലാം ഒരു ധർമ്മമാണ്, സഭയുടെ ധർമ്മമാണ്. അതുകൊണ്ട് സമ്പത്തില്ല, പണമില്ല എന്നുള്ളത് കൊണ്ട് ആരും പഠിക്കാതിരിക്കരുത്. അവർക്ക് പഠിക്കുന്നതിനായിട്ട് സാധിക്കണം, താമസിക്കുന്നതിനായിട്ട് സാധിക്കണം, അവർക്ക് തൊഴിൽ ചെയ്യുന്നതിനായിട്ട് സാധിക്കണം. ഇങ്ങനെയുള്ളതായുള്ള കാര്യങ്ങളെല്ലാം കൂടി സമഗ്രമായി ഈ ലോകത്തിൽ ഈ സഭയ്ക്ക് ഒരു ദൗത്യം നിറവേറ്റുവാനായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി വരും കാലങ്ങളിൽ പ്രവർത്തിക്കുവാൻ ജഗദീശ്വരൻ നമ്മയെല്ലാം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയും ഔപചാരികമായിട്ട് ഈ സ്തോത്ര ശുശ്രൂഷയും ഭവനദാന പദ്ധതിയും ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു.